ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രീ ടൈം ടൈൽസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേപ്പർ ഫ്ലവേഴ്സും കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി വാൾ ഡെക്കറാണ്. എന്നാൽ ഒട്ടും വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ആരെങ്കിലും പുതുതായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ, കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ഷെയർ ചെയ്യുക, ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കണം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാം. അപ്പോൾ വാൾ ഡെക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. A4 സൈസ് ഷീറ്റിൻ്റെ അളവാണ് കേട്ടോ ഇത്. അത് ഞാൻ 4 സെൻറ്റിമീറ്റർ അളവിൽ ഞാനിവിടെ ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട് ഫസ്റ്റ്. ഇനി നമ്മൾ നേരത്തെ 4 സെൻറ്റിമീറ്റർ അളന്ന് വരച്ചില്ലേ, അതിനകത്ത് തന്നെ 1 സെൻറ്റിമീറ്റർ അളവ് വച്ചിട്ട് വേറൊരു ലൈനും കൂടെ ഞാൻ വരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന എല്ലാ ഫ്ലവേഴ്സും ഒരേ രീതിയിൽ നല്ല ഭംഗിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അളവൊക്കെ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ 1 സെൻറ്റിമീറ്റർ അളന്ന് വിട്ടില്ലേ, അപ്പോൾ അത് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരേ അളവിൽ കട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ 1 സെൻറ്റിമീറ്റർ അളന്ന് വിട്ടത് കേട്ടോ. അപ്പോൾ അതേ ലൈനിൽ കറക്റ്റായിട്ട് ലൈനായിട്ട് നല്ല ഭംഗിക്ക് നമ്മൾ വെട്ടിയെടുക്കുക പേപ്പർ. ഈ ഒരു രീതിയിൽ നമ്മൾ പേപ്പർ ഇങ്ങനെ ലെയർ വെട്ടിയെടുക്കുമ്പോഴത്തേക്ക് അധികം വണ്ണം കൂടാൻ പാടില്ല കേട്ടോ. നല്ല നൈസായിട്ട് വെട്ടിയെടുക്കുക, എന്നാലേ നമ്മുടെ പൂ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു രീതിക്ക് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ യെല്ലോ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനെയും 1 സെൻറ്റിമീറ്റർ അളവിൽ അളന്നിട്ട് ഞാനിവിടെ ലൈൻ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ വെട്ടിയ പേപ്പറില്ലേ, അതിൻ്റെ എൻഡിൽ നമ്മൾ ഈ യെല്ലോ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിന് ചുരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഞാൻ ഒരു ഇയർബഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ ആദ്യം യെല്ലോ കളർ പേപ്പറിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈസിയിൽ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇയർബഡ്സ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ പേപ്പർ നല്ലോണം ചുരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ പേപ്പർ ചുരുട്ടിയെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരേ ലെവലിൽ തന്നെ ചുരുട്ടിയെടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പുറത്തേക്ക് വരും ചില പേപ്പറൊക്കെ. അപ്പോൾ അത് നമ്മളൊരു വിരൽ വെച്ചിട്ട് അകത്തേക്ക് തന്നെ ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ സാവധാനത്തിൽ അത് ചുറ്റിയെടുക്കുക. നമ്മൾ ഇയർബഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല എളുപ്പമായിരിക്കും. ഇനി നമ്മൾ നേരത്തെ പൂവിന് വേണ്ടി വെട്ടിയ പേപ്പറും കൂടി ഇതിനോട് ഒപ്പം തന്നെ ചുരുട്ടിയെടുക്കാം കേട്ടോ, പശ തേച്ചിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ഇത് എല്ലാം ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ പൂവിനെ ഒന്ന് വിടർത്തിയെടുക്കാം. വിടർത്തിയെടുത്തതിന് ശേഷം നമുക്ക് ആ ഇയർബഡ്സ് റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പതിയെ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ആ ഇതളുകളൊക്കെ ഒന്ന് വിടർത്തിയെടുക്കുക. അപ്പോൾ പേപ്പർ ഇടയ്ക്ക് കുരുങ്ങിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കൈ വെച്ച് തന്നെ നേരെ ആക്കുക കേട്ടോ. അപ്പോൾ പതിയെ സാവധാനത്തിൽ ചെയ്യുക. അപ്പോൾ പേപ്പറൊന്നും വിട്ടു പോകാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ കണ്ടോ, നല്ല ഭംഗിയുള്ള പൂവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഇയർബഡ്സ് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചധികം പല കളറിൽ ഞാൻ പൂക്കളുണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ലീഫാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതും A4 സൈസ് ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ മടക്കി ഞാനതിന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരു പേപ്പർ 6x6 സെൻറ്റിമീറ്റർ അളവിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. കറക്റ്റായിട്ട് മടക്കിയെടുക്കുകയാണെങ്കിൽ ലീഫ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പേപ്പർ മടക്കിയെടുക്കുന്നത്. എന്നിട്ട് ഞാൻ പെൻസിൽ വെച്ചിട്ട് നമ്മുടെ ഇലയുടെ ആ ഒരു ഷേപ്പ് ഒന്ന് റഫായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെട്ടാൻ ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇല കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഇലയിലും ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പൂവ് ലെയർ അല്ലായിരുന്നു. അപ്പോൾ ആ ഒരു മോഡലിൽ തന്നെ ഇലയും ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നമ്മുടെ വാൾ ഡെക്കറിന്. അപ്പം എന്നിട്ട് നമ്മൾ വെട്ടിയതിന് ശേഷം നമ്മൾ കത്രിക വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇല ഇതുപോലെ നല്ല ഭംഗിക്ക് കിട്ടും കേട്ടോ. ചെറുതായിട്ടൊക്കെ ഒന്ന് ഫ്ലെക്സിബിളായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ കുറച്ചധികം ഇലകൾ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വാൾ ഡെക്കറിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസസ് ആണ്. അപ്പോൾ അത് ഈ ഒരു ലെങ്തിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ കാർഡ്ബോർഡ് പീസസിൻ്റെ നീളം എന്ന് പറയുന്നത് 37 സെൻറ്റിമീറ്ററും വീതി 2 സെൻറ്റിമീറ്ററുമാണ്. പിന്നെ ചെറിയ കാർഡ്ബോർഡ് പീസസ് 7 എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീളവും വീതി എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്ററുമാണ് കേട്ടോ. അപ്പോൾ അതിലെല്ലാം ഞാൻ ബ്ലാക്ക് ചാർട്ട് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് പോലെ ഇതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ വേറെ രീതിയിലൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒരു ഡിസൈൻ ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ വാൾ ഡെക്കറിന് ട്രെൻഡി ആയിട്ടൊരു ഒരു ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാ പീസസും അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ വെച്ച് തന്നെ ഇതിൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ കാർഡ്ബോർഡ് പീസസ് ബ്ലാക്ക് ചാർട്ട് വെച്ച് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബ്ലാക്ക് കളർ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈസിയായിട്ട് നമുക്ക് ഈ പീസസൊക്കെ കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് അവിടെ കാർഡ്ബോർഡ് പീസസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്ലവേഴ്സില്ല, അപ്പോൾ അത് അവിടെ എവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടി കളർ ഫ്ലവേഴ്സാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഞാൻ മിക്സ് ചെയ്തിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പൊസിഷനൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പ്ലേസിൽ പൂ പ്ലേസ് ചെയ്യാം. അപ്പോൾ പല പല കളറായതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും ഒരു ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇനി നമുക്ക് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ലീഫ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ലീഫ് ഒട്ടിച്ച് കൊടുക്കുന്നതിനും പ്രത്യേകിച്ച് പ്ലേസ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ പൂവിൻ്റെ അടുത്തായിട്ട് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിൽ നമുക്ക് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പൂവിൻ്റെ മോഡൽ ലീഫ് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മൾ വാൾ ഡെക്കർ കാണാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ഗ്രീനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും തോന്നുന്നു. എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഗ്രീൻ ഇതാണ് കേട്ടോ, അതാണ് ഞാനിത് യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് അവിടെ വാളിലത് ഫിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയാണെന്ന് നോക്കി, അടിപൊളിയായിട്ടുണ്ട് നമ്മളെ വാൾ ഡെക്കർ കാണാൻ. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് സിമ്പിളായിട്ടുള്ള വാൾ ഡെക്കറാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്കിത് ഒത്തിരി ഇഷ്ടമാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ഒരു വണക്കം. ടാറ്റാ, ബൈ ബൈ.